ലോക സമാധാനത്തിനു വേണ്ടി വിശേഷിച്ച് വിശുദ്ധ നാടുകളിൽ സമാധാനം സംസ്ഥാപിക്കുന്നതിനു വേണ്ടി നാം ഫ്രാൻസിസ് പാപ്പായോടൊപ്പം പ്രാർത്ഥനയിൽ ഒരുമിക്കേണ്ട ദിവസമാണ് നാളെ. ലോകത്തെവിടെയായിരുന്നാലും അതാത് രാജ്യത്തെ ഉച്ചയ്ക്ക് 1 മണി മുതലുള്ള 1 മിനിറ്റാണ് ഈ ആഗോള പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 5 വർഷം മുൻപ് പശ്ചിമേഷ്യയെ അതീവ ഗുരുതരമായ സംഘർഷാവസ്ഥ വലയം ചെയ്തു നിൽക്കെ പലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസിനെയും അന്നത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ഷിമോൻ പെരസിനെയും വത്തിക്കാനിലേക്ക് ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഒരു പ്രാർത്ഥന ഉച്ചകോടി സംഘടിപ്പിച്ചിരുന്നു. അന്നത്തെ സംഘർഷാവസ്ഥ ബഹുരാഷ്ട്ര യുദ്ധമായും അണുവായുധ യുദ്ധമായും വഷളാകുന്നത് തടയാൻ പ്രാർത്ഥന ഉച്ചകോടിക്ക് കഴിഞ്ഞു. വത്തിക്കാൻ തോട്ടത്തിൽ അവർ നട്ട ഒലിവിൻ തൈകൾ തഴച്ചു വളരുന്നുണ്ടെങ്കിലും ഇസ്രായേൽ പലസ്തീൻ പ്രശ്നപരിഹാരം മരീചികയായി തുടരുകയാണ്. പ്രാർത്ഥനാ ഉച്ചകോടിയുടെ 5ാം വാർഷിക ദിനമാണ് നാളെ. അക്കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് സമാധാന പ്രാർത്ഥനയിൽ നാളെ 1 മണിക്ക് 1 മിനിറ്റ് തന്നോട് ഒത്തുചേരാൻ പരിശുദ്ധ പിതാവ് ലോകത്തെമ്പാടുമുള്ള സമാധാന പ്രിയരെ ആഹ്വാനം ചെയ്തത്. വിശ്വാസികൾക്ക് തന്നോടൊപ്പം പ്രാർത്ഥിക്കാമെന്നും അവിശ്വാസികൾക്ക് ആ സമയം സമാധാനത്തിനു വേണ്ടി ധ്യാനിക്കാമെന്നും പാപ്പ പറഞ്ഞു. കൂടുതൽ സാഹോദര്യത്വം പുലരുന്ന ഒരു ലോകത്തിനു വേണ്ടിയാണ് ഇതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.